സുഭാഷിതങ്ങൾ പ്രോബ്സ് 3-ാമത്തെ അധ്യായത്തിൽ അതിന് 5ഉം 6ഉം വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ ഒരു വളരെ സിമ്പിളായ ബട്ട് വെരി പവർഫുൾ ആയ ഒരു കാര്യം പറയുന്നുണ്ട്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടി ആയിരിക്കട്ടെ. അല്ലേ, നമ്മൾ കേട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാവരും നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. ദൈവത്തെ ഓർത്തോണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ദൈവത്തോട് പറഞ്ഞിട്ടേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. വചനം നമ്മളോട് ഉറപ്പിച്ചു പറയുകയാണ്, നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. ആ പഠിക്കാൻ പോകട്ടെ, യാത്ര പോകട്ടെ, ശുശ്രൂഷയ്ക്ക് പോകട്ടെ, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകട്ടെ, എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടുകൂടി ആയിരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ദൈവവിചാരത്തോടെ നമ്മൾ ചെയ്താൽ ഉറപ്പാണ് എല്ലാം നമുക്ക് നന്മയാക്കി മാറ്റാം. ദൈവവിചാരം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ഈ ഉടായ്പും തട്ടിപ്പും പാപങ്ങളും എല്ലാം നമ്മൾ കാണിച്ചു കൂട്ടുന്നത്, അല്ലേ? ഈശോയെ മറന്നു പോകുന്ന സമയത്താണ് നമ്മൾ പാപം ചെയ്യും. ഇപ്പൊ പാപം ചെയ്യാൻ എന്തോരം കാരണങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, ഈശോയെ മറന്നു. ഞാൻ ഒരു പാപത്തിന്റെ പിടിയിലാണ്. ഐ ഹാവ് ഫോർഗോട്ടൻ ഹിം ടോട്ടലി. ഞാൻ ഈശോയെ ടോട്ടലി മറന്നു കളഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ. അപ്പോൾ വചനം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. സുഭാഷിതം 3:5-6 നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നന്മയായിട്ട് മാറും. നന്മയായിട്ട് മാറുമെന്ന് തന്നെ അതിന്റെ തുടർന്നുള്ള വചനം നമ്മൾ